നമസ്കാരം. തങ്ങളുടെ ശക്തി എന്താണെന്ന് ഇസ്രയേൽ ലോകത്തിന് വീണ്ടും കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 480 തവണയാണ് സിറിയക്കെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. സിറിയൻ സൈന്യത്തിന്റെ 80% ശക്തി ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. തീവ്രവാദികളുടെ കയ്യിൽ ആയുധങ്ങൾ കിട്ടുന്നത് തടയാനാണ് തങ്ങൾ സിറിയയിൽ വ്യോമാക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ആയുധ സംഭരണശാലകൾ, വെടിമരുന്ന് ഡിപ്പോകൾ, വിമാനത്താവളങ്ങൾ, നാവികത്താവളങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഇസ്രയേലിനെയും സിറിയയെയും വേർതിരിക്കുന്ന ഗോലാൻ കുന്നുകളുടെ ബഫർ സോണിന്റെ നിയന്ത്രണം ഇസ്രയേൽ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. 1967 മുതൽ ഗോലാൻ കുന്നുകളുടെ നിയന്ത്രണം ഇസ്രായേൽ സേനയുടെ കയ്യിലാണ്. 1974 വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേലിനെയും സിറിയയെയും വേർതിരിച്ചുകൊണ്ട് UN ഇടനിലക്കാരായി ഗോലാൻ കുന്നുകളുടെ ഭാഗത്ത് ഒരു ബഫർ സോൺ സൃഷ്ടിച്ചത്. HTSന്റെ നേതൃത്വത്തിലുള്ള വിമതസേന അസദിനെ പുറത്താക്കി സിറിയയുടെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇസ്രയേൽ സേന ഗോലാൻ കുന്നുകളുടെ ബഫർ സോണിലേക്ക് കടന്നത്. ഇപ്പോൾ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന് 25 കിലോമീറ്ററുകൾ അകലെ വരെ ഇസ്രയേൽ ടാങ്കുകൾ എത്തിയതായിട്ട് പല റിപ്പോർട്ടുകളും പറയുന്നു. ദമാസ്കസിൽ മാത്രം 100-ലേറെ തവണ ഇസ്രയേൽ വ്യോമസേന ആക്രമണങ്ങൾ നടത്തി. തലസ്ഥാന നഗരത്തിന് പുറമെ ആലപ്പോ, ഹമ, ഹോംസ്, കിഴക്ക് അൽമയാദിൻ, വടക്ക് പടിഞ്ഞാറ് ടാർട്ടൂസ്, മസ്യാഫ്, ലെബനനുമായുള്ള ഗുസേർ ക്രോസിംഗ്, തെക്ക് ഗൽഖല സൈനിക വിമാനത്താവളം എന്നിവിടങ്ങളിൽ ഇസ്രയേൽ വ്യോമസേന ആക്രമണങ്ങൾ നടത്തി. 1967 മുതൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകൾ ഇനി അങ്ങോട്ട് ഇസ്രയേലിന്റെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇപ്പോഴും ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. മുൻകരുതലെന്ന രീതിയിലാണ് തങ്ങൾ സിറിയയിൽ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേലിന്റെ ന്യായീകരണം. ഇസ്രയേൽ എന്താണ് സിറിയയിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല. ബാഷർ അൽ അസാദിനെ പുറത്താക്കാൻ തങ്ങളും വലിയ പങ്ക് വഹിച്ചിരുന്നുവെന്ന് ഇസ്രയേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സിറിയയുടെ നിയന്ത്രണം കൈക്കലാക്കിയ HTSന്റെ തലവൻ മുഹമ്മദ് അൽ ജുലാനി നേരത്തെ അൽ ഖ്വയ്ദയുടെ ഭാഗമായിരുന്നെന്നും ഇപ്പോൾ അയാൾ വലിയ കുഴപ്പമുണ്ടാക്കുന്നില്ലെങ്കിലും തങ്ങൾ പൂർണ്ണമായിട്ടും അയാളെ വിശ്വസിക്കില്ലെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സിറിയയിൽ ആര് അധികാരത്തിൽ വന്നാലും അവരെ സൈനികപരമായി ദുർബലരാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. HTSന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഭരണകൂടം ഇസ്രയേലിനെതിരെ എന്ത് നടപടികളാണ് കൈക്കൊള്ളുക എന്നത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം.